നമസ്കാരം. എല്ലാ പ്രിയ +1 തുല്യതാ പഠിതാക്കളെയും 2025 ഹിസ്റ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ 1 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളിൽ പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷയുടെ ഒരു തയ്യാറെടുപ്പ് എന്ന രീതിയിലാണ് ക്ലാസ്. ഒരു മാരത്തോൺ ക്ലാസ്സാണ്, ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസ്ട്രലോപിത്തക്കേസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിൽ ആസ്ട്രലോപിത്തക്കേസ് പഠിച്ചാൽ നമുക്ക് അതിൻ്റെ മറ്റു പഠിക്കാൻ പറ്റും. കാരണം അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹോമോ. ആസ്ട്രലോപിത്തക്കേസ്, ഹോമോ എന്നീ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം താരതമ്യ പഠനമാണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ ആദ്യത്തെ ഭാഗം. അപ്പോൾ 5.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായവരാണ് ആസ്ട്രലോപിത്തക്കസ്. എന്നാൽ NR പകുതി 2.5 അങ്ങനെ ഓർത്ത് പഠിച്ചാൽ മതി. ചെറിയ തലച്ചോറ് അപ്പോൾ വലിയ തലച്ചോറ്, ഉന്തിയ താടി ചുരുങ്ങിയ താടി, വലിയ പല്ല് ചെറിയ പല്ല്. ഇങ്ങനെ ആസ്ട്രലോപിത്തക്കേസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. ഇത് നമ്മൾ പഠിച്ചു പോയാൽ ഒരു പക്ഷേ എക്സാമിന് ആസ്ട്രലോപിത്തക്കേസിൻ്റെ പ്രത്യേകതകൾ എഴുതാൻ വേണ്ടി ചോദിക്കാം 4 മാർക്കിന്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നൊരു ഭാഗമാണത്. പിന്നെ ഉള്ളതാണ് ഒരു വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്സ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹബിലിസ് ഉപകരണ നിർമ്മാതാവിനെയാണ് നമ്മൾ ഹോമോ ഹബിലിസ് എന്ന് വിളിക്കുന്നത്. ഹോമോ ഇറക്സ് എന്ന് പറഞ്ഞാൽ നിവർന്ന് നടക്കുന്ന ആളാണ് ആര്? ഹോമോ ഇറക്സ്. ഇറക്സ് നിവർന്ന് നടക്കുന്ന ആൾ. അപ്പോൾ നിവർന്നിൻ്റെ എറും ആ ഇറക്സിൻ്റെ റായും മാച്ച് ചെയ്തല്ലാതെ നിന്നോളത്. ഹോമോ ഇറക്സ് എന്താണ്? നിവർന്ന് നടക്കുന്ന ആളാണ് ഹോമോ ഇറക്സ്. പിന്നെ ഹോമോ സാപ്പിയൻസ്, വിവേകിയായ മനുഷ്യനെ വിളിക്കുന്ന പേരാണ് ഹോമോ സാപ്പിയൻസ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം. ഒന്ന് ആസ്ട്രലോപിത്തക്കേസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. പിന്നെ ഹോമോനെ 3 തരത്തിലായി തിരിക്കുന്നുണ്ട്. ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്സ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹബിലിസ് ഉപകരണ നിർമ്മാതാവ്, ഹോമോ ഇറക്സ് നിവർന്ന് നടക്കുന്ന ആൾ. ഇറക്സിൻ്റെ റായ് നിവർന്നിൻ്റെ റായ് വെച്ച് മാച്ച് വെച്ചാൽ ഓർമ്മയിൽ നിൽക്കുന്നത്. ഹോമോ ഇറക്സ് എന്താണ്? നിവർന്ന് നടക്കുന്ന ആൾ. ഇറക്സിൻ്റെ റായും നിവർന്നിൻ്റെ അപ്പോൾ ഓർമ്മയിൽ നിൽക്കും. ഹോമോ ഇറക്സ് എന്താണ്? നിവർന്ന് നടക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഹോമോ ഇറക്സ്. ഹോമോ സാപ്പിയൻസ് ഒരു സായിപ്പിനെ ഓർത്തിരിക്കുക. ബുദ്ധിയുള്ള മനുഷ്യരാണെന്ന് പറയും നമ്മൾ സായിപ്പന്മാരെ പൊതുവെ. അപ്പോൾ ഈ സായിപ്പ് ഓർക്കുമ്പോൾ ആ സാപ്പിയൻസ് അവിടെ നിന്നോളും. ഹോമോ സാപ്പിയൻസ് എന്താണ്? വിവേകിയായ മനുഷ്യൻ, ബുദ്ധിമാനായ മനുഷ്യൻ. വിവേകിയായ മനുഷ്യനെ വിളിക്കുന്ന പേരാണ് ഹോമോ സാപ്പിയൻസ്. ഇതാണ് ആദ്യത്തെ ഭാഗം. പിന്നെ നമ്മൾ പിന്നെ പഠിക്കാനുള്ളത് ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകളാണ്. ആദ്യ മനുഷ്യൻ്റെ പ്രത്യേകതകൾ ചോദിക്കാം. ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ വരാം. ആദ്യ മനുഷ്യൻ്റെ പ്രത്യേകതകൾ. ആദ്യ മനുഷ്യന് കൂടുതൽ സമയം ചിലവഴിച്ചത് മരച്ചില്ലയുടെ മുകളിലാണ്. പിന്നീട് അവൻ എന്ത് ചെയ്ത് അവന് വനാന്തരങ്ങളിലൂടെ നടന്ന് നീങ്ങി. പിന്നെ ഗുഹകളിൽ താമസം ഉറപ്പിച്ചു. കൃഷിയാണ് മനുഷ്യന് ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസം ഉറപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. കൃഷിയാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകൾ ചോദിക്കാം. നമ്മൾ ഇതിൻ്റെത് ആദ്യം മനുഷ്യൻ കൂടുതൽ സമയം ചിലവഴിച്ചത് മരച്ചില്ലകളുടെ മേലാണ്. ആദ്യം മനുഷ്യൻ കൂടുതൽ സമയം ചിലവഴിച്ചത് മരച്ചില്ലയുടെ മേലാണെന്ന് അതാണ് ഫസ്റ്റ് പോയിന്റ് എഴുതേണ്ടത്. ആദ്യം മനുഷ്യൻ കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് മരച്ചില്ലകളിലാണ്. പിന്നീട് അവൻ എന്ത് ചെയ്തത്? അവൻ്റെ താമസ സ്ഥലം എവിടേക്ക് മാറ്റിയത്? ഗുഹകളിലേക്ക് മാറ്റിയത്. പിന്നെ മനുഷ്യനെ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസം ഉറപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം കൃഷിയാണ്. പിന്നെ എന്താണ്? തീയുടെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ ഏതാണ്? തീയുടെ ഉപയോഗം. തീ എന്തിനാണ് ഉപയോഗിച്ചത്? ഗുഹക്കുള്ളിൽ പ്രകാശം കൊണ്ടുവരാനും അതുപോലെ ഭക്ഷണം പാകം ചെയ്യാനും എന്ത് ചെയ്ത്? ആദ്യം മനുഷ്യൻ തീ സഹായിച്ചു. ഗുഹക്കുള്ളിൽ പ്രകാശം കൊണ്ടുവരാനും അതുപോലെ ഭക്ഷണം പാകം ചെയ്യാനും പിന്നെ തീ ഉപയോഗിച്ചാണ് അവൻ എന്ത് ചെയ്തത്? വന്യമൃഗങ്ങളെ ആട്ടി ഓടിക്കുക. ഇങ്ങനെ 3 കാര്യത്തിനാണ് തീ ഉപയോഗിച്ചത്. ഗുഹക്കുള്ളിൽ പ്രകാശം കൊണ്ടുവരാനും പിന്നെ ഭക്ഷണം പാകം ചെയ്യാനും പിന്നെ വന്യജീവികളെ ആട്ടി ഓടിക്കാനാണ് എന്ത് ചെയ്യുന്നത്? വന്യജീവികളെ ആട്ടി ഓടിക്കാനുമാണ് ആദ്യ മനുഷ്യൻ തീ ഉപയോഗിച്ചത്. അപ്പോൾ ആദ്യ മനുഷ്യൻ്റെ പ്രത്യേകത കുറിച്ചിട്ട് ഒരു ചെറിയ ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റൊക്കെ ചോദിക്കാം. വേട്ടയാടിയും ചത്ത ജീവികളുടെ മാംസം എടുത്തുമാണ് എന്ത് ചെയ്യുന്നത്? മത്സ്യബന്ധനം നടത്തിയുമാണ് ആദ്യ മനുഷ്യന് ഭക്ഷ്യം നേടിയിരുന്നത്. വേട്ടയാടിയിൽ ചത്ത ജീവികളുടെ മാംസം എടുത്തു മത്സ്യബന്ധനം എന്നിവയിലൂടെയാണ് ആദ്യം മനുഷ്യൻ ഭക്ഷ്യം നേടിയിരുന്നത്. വിത്തുകൾ, കുരുകൾ, കിഴങ്ങുകൾ, പഴങ്ങളൊക്കെ ആയിരുന്നു ഈ ആദ്യ മനുഷ്യൻ ഭക്ഷിച്ചിരുന്നത്. വിത്തുകൾ, കുരുകൾ, കിഴങ്ങുകൾ, പഴങ്ങളൊക്കെയാണ് ആദ്യമ മനുഷ്യൻ ഭക്ഷിച്ചിരുന്നത്. ഇങ്ങനെ ആദ്യ മനുഷ്യൻ്റെ പ്രത്യേകതകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് വായിച്ച് നോക്കി പോകണം. പിന്നെയുള്ളത് നമ്മുടെ ഇവിടെ 2 സ്ഥലത്തിൻ്റെ ഇവിടെ ഗുഹകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ,
ഫ്രാൻസിലെ ലെസ്കോ ഷോവേ ഗുഹകൾ. അപ്പോൾ ഇവിടെ 3 സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്പെയിനിലാണ് എന്തുള്ളത്? അൾട്ടാമിറ ഗുഹ. ഫ്രാൻസിലാണ് എന്തുള്ളത്? ലെസ്കോ പറഞ്ഞ ഗുഹ. ലെസ്കോയും ഷോവയും ഉണ്ട് ഫ്രാൻസിൽ. ഇവിടെ ഈ 3 സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ഗുഹാചിത്രങ്ങൾ ലഭിച്ചത്. ഗുഹാചിത്രങ്ങൾ. കരടി, കാട്ടുപോത്ത്, കുതിര, കരടി, പുള്ളിപ്പുലി, സിംഹം, മാനാണ്. കാട്ടുപോത്ത്, കുതിര, കരടി, പുള്ളിപ്പുലി, സിംഹം, മാൻ. നമ്മൾ കാക്കൂക്കാന്ന് കോഡൊക്കെ പഠിപ്പിക്കും. കാക്കൂക്ക, കാട്ടുപോത്ത്, കുതിര, കരടി. അപ്പോൾ കാൻ്റെ എല്ലാം ഒരുമിച്ച് കിട്ടി. കാട്ടുപോത്ത്, കുതിര, കരടി, പുള്ളിപ്പുലി, സിംഹം, മാൻ, കരടി. അപ്പോൾ കാട്ടുപോത്ത്, കുതിര, കരടി, പിന്നെ പുള്ളിപ്പുലി, സിംഹം, മാൻ. അപ്പോൾ 6 കിട്ടി. കാൻ്റെ കാര്യം വെച്ചത് പഠിക്കാം. കാട്ടുപോത്ത്, കുതിര, കരടി, പുള്ളിപ്പുലി, സിംഹം, മാൻ എന്നിവയുടെ എന്ത് ചെയ്യുന്നത് നമുക്ക് ഗുഹാചിത്രം ലഭ്യമായ ഇവരൊക്കെ എന്ത് ലഭിച്ചത്? ഗുഹാചിത്രം ലഭിച്ചത്. ഗുഹാചിത്രം ലഭിച്ചത് എന്തിൻ്റെയൊക്കെയാണ്? കാട്ടുപോത്ത്, കുതിര, കരടി, പുള്ളിപ്പുലി, സിംഹം, മാൻ എന്നിവയുടെ ഗുഹാചിത്രം ലഭിച്ചിട്ടുണ്ട് ആദ്യ മനുഷ്യന് വരച്ച. എവിടെ നിന്നാണ് ലഭിച്ചത്? സ്പെയിനിലെ അൾട്ടാമിറ ഗുഹയിൽ നിന്നും ഫ്രാൻസിലെ ലെസ്കോ ഷോവേ ഗുഹകളിൽ നിന്നും. അപ്പോൾ ഇത് വൺ വേർഡ് ആയിട്ടും ചോദിക്കുക. ഈ ഗുഹകളുടെ പേര് ചേരുംപടിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് മാച്ച് ചെയ്ത് പഠിച്ചോളണേ. സ്പെയിനിലെ ഗുഹേൻ്റെ പേര് അൾട്ടാമിറ ഗുഹ. ഫ്രാൻസിലെ ഗുഹേൻ്റെ പേര് ലെസ്കോ ഷോവ ഗുഹകൾ. അപ്പോൾ അത് കഴിഞ്ഞു. എന്ത് നമ്മൾ പഠിച്ചത്? ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. പിന്നെയുള്ളതാണ് എന്ത്? മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിനെ കുറിച്ചിട്ടുള്ളൊരു ചോദ്യം വരാം. അത് ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം അത് നിങ്ങൾ നോക്കി പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നത്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഒഴികെ ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മെസപ്പൊട്ടോമിയൻ സംസ്കാരം പറയാതെ മാറ്റി വെച്ചത് വേറൊരു വീഡിയോ ഉണ്ട് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ മാത്രമായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ ഇത്രയാണുള്ളത്. ഇനി നമ്മൾ അടുത്ത പറഞ്ഞ റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തിൽ വരുന്നതാണ്. റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വെച്ചാൽ റോമാ സാമ്രാജ്യവും ഇറാനി സാമ്രാജ്യം നമ്മൾ വ്യത്യാസം ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. പേജ് നമ്പർ 24 റോമാ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യം നമ്മൾ വ്യത്യാസം. സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതലാണ്, സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവാണ്. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ മാത്രമുണ്ടോ? പിന്നെ ധാരാളം ഭാഷ ഉണ്ടായിരുന്നു, അറാമിക് ഭാഷ. ആദ്യം പറയുന്നത് റോമാ സാമ്രാജ്യ പറ്റികളാണ്. അപ്പോൾ നമ്മൾ ബോക്സ് വരച്ച് എഴുതണം. ചോദ്യം എങ്ങനെയാണ്? റോമാ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യം തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യം. റോമാ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യം തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താനാണ് ചോദ്യം വരിക. അപ്പോൾ ആദ്യം ഇട്ടിങ് കൊടുക്കുക റോമാ സാമ്രാജ്യത്തിൽ എഴുതുക സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതലാണ്. ഇനി ഇറാൻ സാമ്രാജ്യത്തിൽ എഴുതുക സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവാണ്. ഒന്നിൻ്റെ ഓപ്പോസിറ്റ് മറ്റേത്. ഇവിടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതലാണ്, ഒരുപാട് സംസ്കാരങ്ങളുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതൽ റോമാ സാമ്രാജ്യത്തിൽ, എന്നാൽ ഇറാൻ സാമ്രാജ്യത്തിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവ്. പിന്നെ അടുത്ത റോമാ സാമ്രാജ്യത്തിലെ പോയിന്റ് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ. എന്നാൽ ഇറാൻ സാമ്രാജ്യത്തിലെ പോയിന്റ് ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ മാത്രം. ഇറാനിയൻ വർഗത്തിൽപ്പെട്ടവർ മാത്രമാണ് ഇവിടെ ഉള്ളത്, ഇറാൻ സാമ്രാജ്യത്തിലുള്ളത്. ഇനി റോമാ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ പോയിന്റ് ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു, എന്നാൽ ഇറാൻ സാമ്രാജ്യത്തിൽ എന്താണ്? അറാമിക് ഭാഷ മാത്രം സംസാരിച്ചു. ഇവിടെ റോമാ സാമ്രാജ്യത്തിൽ ധാരാളം ഭാഷകളുണ്ടായിരുന്നു, എന്നാൽ ഇറാൻ സാമ്രാജ്യത്തിൽ അറാമിക് ഭാഷ മാത്രം സംസാരിച്ചു. ഇങ്ങനെയാണ് ഈ 3 പ്രത്യേകതകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് തമ്മിലുള്ള റോമാ സാമ്രാജ്യവും ഇറാനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ വരുന്നതാണ് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ചെറിയ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മുടെ ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാക്കിയത് ആരാന്ന് ചോദിക്കാം. ആണ് കോൺസ്റ്റാൻറ്റൈൻ. ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ഭരണാധികാരിൻ്റെ പേര് കോൺസ്റ്റാൻറ്റൈൻ. ക്രിസ്തു മതം കോൺസ്റ്റൻ്റ്, ആ അക്ഷരം വെച്ചത് വെക്കുക. ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ആളുടെ പേരാണ് കോൺസ്റ്റാൻറ്റൈൻ. പിന്നെ റോമിലെ നാണയത്തിൻ്റെ പേര് സൊളിഡസ്. റോമിലെ നാണയത്തിൻ്റെ പേര് സോളിഡസ്. പിന്നെ അവിടെ വേറെ പഠിക്കുന്ന നമ്മൾ വീഞ്ഞ് ഒലിവെണ്ണൊക്കെ വ്യാപാരം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഭരണീൻ്റെ പേര് പഠിക്കുന്നതിന് അംഫോറ. റോമാ സാമ്രാജ്യത്തിലെ അവർ വീഞ്ഞും ഒലിവെണ്ണയൊക്കെ വ്യാപാരം നടത്താൻ വേണ്ടി ഉപയോഗിച്ച ഭരണീനെ വിളിക്കുന്ന പേരാണ് അംഫോറ. വീഞ്ഞ് ഒലിവെണ്ണയൊക്കെ എന്ത് ചെയ്യുന്നത് കച്ചവടം ചെയ്യാൻ റോമാ സാമ്രാജ്യ നിവാസികൾ ഉപയോഗിച്ച വലിയ ഭരണീൻ്റെ പേരാണ് അംഫോറ. അപ്പോൾ അവിടെ അംഫോറ പഠിക്കണം, ഭരണിയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സോളിഡസ് എന്താണ്? റോമൻ നാണയമാണ് എന്ത്? സോളിഡസ്. ഇത്രയൊക്കെയാണ് ഇത് രണ്ടാം പാഠത്തിലെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് പിന്നെ അവിടെ ആദ്യം തന്നെ വേറെ ചോദിക്കാം, ഒരു ഡയക്ലീഷ്യന് ചോദിക്കാം. റോമാ സാമ്രാജ്യത്തിൽ ഡയക്ലീഷ്യൻ്റെ പരിഷ്കാരങ്ങളൊക്കെ ചോദിക്കാം, ഭരണ പരിഷ്കാരങ്ങൾ ചോദിക്കാം. ഡയക്ലീഷ്യൻ എന്തൊക്കെ? ഡയോക്ലീഷ്യൻ എന്തൊക്കെയാണ് ചെയ്തത് റോമാ സാമ്രാജ്യത്തിൽ? അദ്ദേഹമാണ്
റോമാ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച ഭരണാധികാരിയാണ്. വിസ്തൃതി വർദ്ധിപ്പിച്ചു. പിന്നെ സൈനിക തലവന്മാർക്ക് സ്വയംഭരണാധികാരം നൽകിയത്. പിന്നെ കോട്ടകൾ കെട്ടി അതിർത്തികൾ സംരക്ഷിക്കുക. അങ്ങനെ 3 വൃത്തികളാണ് ആര് ചെയ്തത്? 3 പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത് ഡയോക്ലീഷ്യൻ. ഏതൊക്കെയാണ്? 1 സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു. 2 സൈനിക തലവന്മാർക്ക് സ്വയംഭരണാധികാരം കൊടുത്തു. 3 കോട്ടകൾ കെട്ടി അതിർത്തികൾ സംരക്ഷിച്ചു. ഇത്രയാണ് എന്ത് ഡയോക്ലീഷ്യൻ്റെ എന്താണ് ഭരണപരിഷ്കാരങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ആ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം. അടുത്ത നമ്മൾ 3-ാം പാഠത്തിലേക്ക് പോകുന്നു. 3-ാം പാഠം കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. മറ്റുള്ള ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് 3-ാമത്തെ പാഠം. അതിൽ ഒരുപാട് 1 വേർഡ് ചോദിക്കാറുണ്ട് 3-ാം പാഠത്തിൽ. നമ്മുടെ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടൊരു പാഠം 3-ാമത്തെ പാഠം. ആ ഖലീഫന്മാരുടെ പേരൊക്കെ അറിയാമല്ലോ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലിയാണ് ഖലീഫന്മാരുടെ പേര്. ഖലീഫന്മാരുടെ പേര് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ അലിയാണ് എന്ത് ഖലീഫന്മാരുടെ പേര്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലിയാണ് എന്ത് ഖലീഫന്മാരുടെ പേര്. ചോദിച്ചിട്ടില്ല അത്, പക്ഷേ ചോദിച്ചേക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. പിന്നെ പേജ് നമ്പർ 41 ചോദ്യമുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അബ്ദുൽ മാലിക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. അബ്ദുൽ മാലിക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നോക്കൂ. അറബി ഭരണഭാഷയാക്കി. ഒരു പരിഷ്കാരമാണ്. ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. പിന്നെ ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് എന്നൊരു കെട്ടിടം പണി കഴിപ്പിച്ചു. ഡോം ഓഫ് ദി റോക്ക് എന്നുള്ളൊരു കെട്ടിടം, ഒരു പള്ളി എവിടെ പണി കഴിപ്പിച്ചു? ജെറുസലേമിൽ. ഈ 3 എന്തിനാരെ പ്രത്യേകത? അബ്ദുൽ മാലിക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ചോദിക്കാൻ പരീക്ഷയ്ക്ക്. നമ്മുടെ മോഡലിനൊക്കെ ചോദിച്ച ചോദ്യമാണ്. അബ്ദുൽ മാലിക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? അറബി ഭരണഭാഷയാക്കി, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി, ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് സ്ഥാപിച്ചു. ക്ലിയർ ആയല്ലോ? ചോദ്യം എന്താണ്? അബ്ദുൽ മാലിക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എഴുതുക. പേജ് നമ്പർ 41. ഉത്തരം എന്തൊക്കെയാണ്? അറബി ഭരണഭാഷയാക്കി, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി, ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. 3 പ്രത്യേകതകൾ. അബ്ദുൽ മാലിക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ചോദിക്കാം. അയാൾ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. അതൊക്കെയാണ് അറബി ഭരണഭാഷയാക്കി, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി, ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചെരുമ്പടിയിലൊക്കെ ചോദിക്കാം ഈ ഡോം ഓഫ് ദി റോക്ക്. അപ്പോൾ ഇതാണ് എന്താണ്? ഒന്ന് അബ്ദുൽ മാലിക്ക് മാച്ച് ചെയ്യണം. അല്ലെങ്കിൽ ജെറുസലേമാണ്, അവിടെയാണ് എന്ത് ചെയ്തത്? ഈ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചത്. അപ്പോൾ അബ്ദുൽ മാലിക്കിൻ്റെ ഭരണപരിഷ്കരണം പഠിച്ചു. ഇനി അടുത്ത ചോദ്യം നമ്മൾ പോകുന്നത് ആ പാഠത്തിൽ വരുന്നതാണ്. ആ പാഠത്തിൽ വരുന്ന അടുത്ത പട്ടികകൾ വരുന്നുണ്ട്. പേജ് നമ്പർ 49 പട്ടികകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. തൊട്ട് മുന്നത്തെ പേജ് 48 അവിടെ യൂക്ലിഡിൻ്റെ കൃതിൻ്റെ പേര് പഠിക്കേണ്ട എലിമെൻറ്റ്സ്. യൂക്ലിഡിൻ്റെ കൃതിയാണ് എലിമെൻറ്റ്സ്. അപ്പോൾ ടോളമിയുടെ കൃതിയാണ് അൽമാഗസ്റ്റ്. യൂക്ലിഡിൻ്റെ കൃതി എലിമെൻറ്റ്സ് ബുക്കിൻ്റെ, യൂക്ലിഡ് പറഞ്ഞ ആളെ എഴുതിയ ബുക്കാണ് എലിമെൻറ്റ്സ്. അപ്പോൾ ടോളമിയുടെ പുസ്തകമാണ് അൽമാഗസ്റ്റ്. അപ്പോൾ യൂക്ലിഡിൻ്റെ എലിമെൻറ്റ്, ടോളമി, അൽമാഗസ്റ്റ്. യൂക്ലിഡിൻ്റെ എലിമെൻറ്റ്, യൂക്ലിഡ് എലിമെൻറ്റ്സ്, ടോളമി, അൽമാഗസ്റ്റ്. യൂക്ലിഡ് എലിമെൻറ്റ്സ്, ടോളമിയുടെ ബുക്കിൻ്റെ പേര് അൽമാഗസ്റ്റ്. ഇത് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഇത് ഈ 2 ആളുകളുടെ പേരും അയാളുടെ പുസ്തകത്തിൻ്റെ പേരും. യൂക്ലിഡിൻ്റെ ബുക്കിൻ്റെ പേര് എലിമെൻറ്റ്സ്, ടോളമിയുടേത് അൽമാഗസ്റ്റ്. യൂക്ലിഡ് എലിമെൻറ്റ്സ്, ടോളമി, അൽമാഗസ്റ്റ്. പേജ് നമ്പർ 48 അതേപോലെ തന്നെയാണ് ഈ 49 ആ പട്ടിക ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ 49 8 പേര് പഠിക്കുന്നുണ്ട്. 8 പേരും അവരെ മേഖലയും പുസ്തകം പഠിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് പേരും പുസ്തകമാണ് ഇമ്പോർട്ടൻ്റ്. പേരും പുസ്തകവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കാം. ഇബ്നു സിനൻ്റെ ബുക്കിൻ്റെ പേര് ക്യാൻ ഓഫ് ദി മെഡിസിൻ. ഇബ്നു സിന ക്യാൻ ഓഫ് മെഡിസിൻ. ഫിർദൗസിൻ്റെ ബുക്കിൻ്റെ പേര് ഷാനാമ. ഫിർദൗസിൻ്റെ ബുക്കിൻ്റെ പേര് ഷാനാമ. ജായിസിൻ്റെ ബുക്കിൻ്റെ പേര് കിതാബുൽ അൽ ബുഖാല. കിതാബ് അൽ ബുഖാല ആണ് ജായിസിൻ്റെ ബുക്കിൻ്റെ പേര്. ബാലദുരിൻ്റെ പുസ്തകത്തിൻ്റെ പേര് പ്രഭുക്കന്മാരുടെ വംശചരിതം. തബരീൻ്റെ ബുക്കിൻ്റെ പേര് പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം. മസൂദീൻ്റെ ബുക്കിൻ്റെ പേര് മൂരജ് അൽ ദഹാബ. അൽ ബറൂനി ഇന്ത്യ ചരിത്രം. മുഖദ്ദസി അഹ്സൻ അൽ ടക്കാസിം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 4 എന്തായാലും പരീക്ഷ ചോദിക്കും. ഇവിടെ നമ്മൾ 8 പഠിക്കുന്നുണ്ട്, 4 എന്തായാലും പരീക്ഷ ചോദിക്കും. എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ പഠിക്കുമ്പോൾ പേരും പുസ്തകവും മാത്രം പഠിച്ചാൽ മതി. പേജ് നമ്പർ 49 പേരും പുസ്തകവും മാത്രം പഠിച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇബ്നു സീന ക്യാൻ ഓഫ് മെഡിസിൻ. ഇബ്നു സീന
കാൻ ഓഫ് മെഡിസിൻ, ഫിർദൗസി, ഷാനാമ, ജായിസിൻ്റെ ബുക്കിൻ്റെ പേര് കിതാബുൽ അൽ ബുഖാല, ബാലദുരിൻ്റെ ബുക്കിൻ്റെ പേര് പ്രഭുക്കന്മാരുടെ വംശചരിതം. അങ്ങനെ ആ 8 എന്ത് ചെയ്യുക, പഠിക്കുക. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു 48 എന്താ പറഞ്ഞത്, യൂക്ലിഡിൻ്റെ പുസ്തകം കൃതിയുടെ പേര് എലിമെൻസ്, യൂക്ലിഡ് എലിമെൻസും ഡോളമിയുടേത് അൽമാഗസ്റ്റ്. പിന്നെ ഞാൻ താഴെ തന്നെ ഉണ്ട് എന്താണ് ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ. താഴികക്കുടങ്ങൾ, കമാനങ്ങൾ, മിനാരങ്ങൾ, തുറസായ നടുമുറ്റങ്ങൾ, ഇതൊക്കെയാണ് എന്ത് നിങ്ങൾ മുസ്ലിം പള്ളികൾ, ദേവാലയങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെയൊക്കെ നമ്മളിത് കാണാറുണ്ട്. എന്ത് കാണാറുണ്ട്, ഈ വാസ്തുശില്പകലയുടെ പ്രത്യേകത കാണാറുണ്ട്. താഴികക്കുടം, കമാനങ്ങൾ, ഈ എന്താണ് പള്ളി ദേവാലയമൊക്കെ എന്താണ് കമാനങ്ങൾ, മിനാരം കാണാറുണ്ട്. പള്ളി കണ്ടില്ലേ, മിനാരങ്ങൾ, തുറസായ നടുമുറ്റങ്ങൾ. പണ്ടത്തെ പള്ളിക്ക് നടുമുറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ താഴികക്കുടങ്ങൾ, കമാനങ്ങൾ, മിനാരങ്ങൾ, തുറസായ നടുമുറ്റങ്ങൾ, ഈ 4 എന്ത് ഇസ്ലാമിക കലയുടെ പ്രത്യേകതകൾ. ഇത് 2 മാർക്കിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. താഴികക്കുടങ്ങൾ, കമാനങ്ങൾ, മിനാരങ്ങൾ, തുറസായ നടുമുറ്റങ്ങൾ. ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകളാണ് താഴികക്കുടങ്ങൾ, കമാനങ്ങൾ, മിനാരങ്ങൾ, തുറസായ നടുമുറ്റങ്ങൾ. താഴികക്കുടങ്ങൾ, കമാനങ്ങൾ, മിനാരങ്ങൾ, തുറസായ നടുമുറ്റങ്ങൾ, ഇതൊക്കെയാണ് എന്ത് ഇസ്ലാമിക വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ. അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനിൽ പോകുന്നു. എന്താണ് കാലിഗ്രാഫി ചോദിക്കാം. കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ അറബസ്കും കാലിഗ്രാഫിയും ചോദിക്കാറുണ്ട്. എന്താ കാലിഗ്രാഫി നോക്കാം. നമ്മുടെ എഴുത്തിൻ്റെ ചേതോഹരമായ കലയാണ് കാലിഗ്രാഫി. നമ്മൾ ഖുറാനൊക്കെ ഇങ്ങനെ അടിപൊളി സ്റ്റൈലായിട്ട് എഴുതുമല്ലോ. ഖുറാൻ്റെ കയ്യെഴുത്ത് പ്രതികളൊക്കെ ഇതിൽ ഈ കല ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. നല്ല സ്റ്റൈലായിട്ട് എന്ത് ചെയ്ത് ഇങ്ങനെ എഴുതുന്നതാണ്. എന്താണ് എഴുത്തിൻ്റെ ചേതോഹരമായ കലയാണെന്ത് കാലിഗ്രാഫി. എഴുത്തിൻ്റെ ചേതോഹരമായ കലയാണെന്ത് കാലിഗ്രാഫി. എഴുത്തിൻ്റെ ചേതോഹരമായ കലയാണ് കാലിഗ്രാഫി. ഖുറാൻ്റെ കയ്യെഴുത്ത് പ്രതികളിലാണ് നമ്മളിത് കൂടുതൽ കാണാറുള്ളത്. ഖുറാൻ്റെ കയ്യെഴുത്ത് പ്രതികളിലൊക്കെ ഇത് കാണാറുണ്ട്. എന്ത് കാണാറുണ്ട്, ഈ കാലിഗ്രാഫി കാണാറുണ്ട്. അപ്പോൾ കാലിഗ്രാഫിയും അറബസ്കും ചോദിക്കാറുണ്ട്. പേജ് നമ്പർ 50-51 ഇതുള്ളത്. അറബസ്ക് എന്താണെന്ന് പറയാം. ഈ സസ്യങ്ങളുടെ ഡിസൈനുകളുള്ള ചിത്രപ്പണിയാണ് എന്ത് അറബസ്ക്. സസ്യങ്ങളുണ്ടല്ലോ, ചെമ്പരത്തി, സസ്യങ്ങളുണ്ടല്ലോ, പല സസ്യങ്ങളും. ആ സസ്യങ്ങളുടെ ഡിസൈനുകളുള്ള ചിത്രപ്പണി വിളിക്കുന്ന പേരാണെന്ത് അറബസ്ക്. അതുപോലെ ജോമെട്രി ഡിസൈനും സസ്യങ്ങളുടെ ഡിസൈനും 2 ഡിസൈനുണ്ട്. ജോമെട്രി ഡിസൈൻ ഉണ്ടല്ലോ, ജോമെട്രി നമ്മുടെ രൂപങ്ങളുണ്ടല്ലോ, ഗണിതത്തിലെ രൂപങ്ങൾ ജോമെട്രിക്. അപ്പോൾ ജോമെട്രി ഡിസൈനുകളും സസ്യങ്ങളുടെ ഡിസൈനുകളുമുള്ള ചിത്രപ്പണിയാണ് അറബസ്ക്. ജോമെട്രി ഡിസൈനുകളും സസ്യങ്ങളുടെ ഡിസൈനുകളുമുള്ള ആ ചിത്രപ്പണിയാണ് അറബസ്ക്. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കാലിഗ്രാഫി, എന്താണ് അറബസ്ക് എന്നാണ്. മനസ്സിലായെന്ന് കരുതുന്നു. എഴുത്തിൻ്റെ ചേതോഹരമായ കലയാണ് കാലിഗ്രാഫി. ഖുറാൻ്റെ കയ്യെഴുത്ത് പ്രതികളിലാണ് ഈ കാലിഗ്രാഫി കൂടുതലായി കാണാറുള്ളത്. പിന്നെ എന്താണ് അറബസ്ക് ജോമെട്രിക് ഡിസൈനുകളും സസ്യങ്ങളുടെ ഡിസൈനുകളുമുള്ള ചിത്രപ്പണിയാണ് അറബസ്ക്. അപ്പോൾ നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകുന്നപ്പോൾ നമ്മൾ 3 പാഠം കഴിഞ്ഞു. അടുത്ത 4ാമത്തെ പാഠം മംഗോളിയൻ സാമ്രാജ്യം. അതിൽ ചെങ്കിസ് ഖാനെ കുറിച്ച് പഠിക്കണം. ഈ മംഗോളിയൻ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരിയാണത് ചെങ്കിസ് ഖാൻ. അപ്പോൾ ചെങ്കിസ് ഖാനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതിൽ ചെങ്കിസ് ഖാൻ്റെ ചോദിക്കാം, പരിഷ്കാരങ്ങൾ നോക്കാം. ചെങ്കിസ് ഖാനെ കുറിച്ച് നോക്കാം. പേജ് നമ്പർ 58 ഒരു 3-4 വരി പഠിച്ചിട്ട് വെച്ചേക്കണേ. ചെങ്കിസ് ഖാനെ കുറിച്ചിട്ട് ഒരു സുസ്ഥിരമായ ഭരണ സംവിധാനം സ്ഥാപിക്കാൻ ചെങ്കിസ് ഖാന് കഴിഞ്ഞു എന്ന് പറഞ്ഞത്. സുസ്ഥിരമായ ഒരു ഭരണക്രമം സ്ഥാപിക്കാൻ ചെങ്കിസ് ഖാന് കഴിഞ്ഞു. പിന്നെ വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ള പ്രധാനികളെ മുഖ്യന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഗോത്രങ്ങളിൽ നിന്നുള്ള പ്രധാനികളെ വിളിച്ചിരുന്ന പേര് മുഖ്യന്മാരാണ്. ഭരണനിർവഹണത്തിനായി മുഖ്യന്മാർ ചേർന്ന് ഒരു അസംബ്ലി രൂപീകരിച്ചിരുന്നു. ആ അസംബ്ലിയിൽ വിളിക്കുന്ന പേര് കുരിൽത്തായി എന്നാണ്. നമ്മുടെ ചെങ്കിസ് ഖാൻ്റെ അസംബ്ലി ഉണ്ടല്ലോ, മന്ത്രിസഭ, അതിനെ വിളിക്കുന്ന പേരാണ് കുരിൽത്തായി. അത് ചോദിക്കാറുണ്ട്. കുരിൽത്തായി എന്താ അസംബ്ലിയാണ്. ഈ മംഗോളിയൻ സാമ്രാജ്യത്തിലെ ഭരണനിർവഹണത്തിനായി ചെങ്കിസ് ഖാന് മുഖ്യന്മാർ ചേർന്നിട്ട് ഒരു അസംബ്ലി രൂപീകരിച്ചിരുന്നു. ആ അസംബ്ലി വിളിക്കുന്ന പേരാണ് കുരിൽത്തായി. എന്ന് എന്ത് വിളിക്കുന്ന അസംബ്ലിയെ വിളിക്കുന്നത്. അപ്പോൾ ഈ ചെങ്കിസ് ഖാൻ്റെ ഭരണ പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് എന്താണ് ഈ കൊറിയർ സമ്പ്രദായം. കൊറിയർ കൊണ്ടുവന്നത് ചെങ്കിസ് ഖാനാണ്. കൊറിയർ സമ്പ്രദായം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് കൊറിയർ. അപ്പോൾ എന്താണ്
ഈ കൊറിയർ സമ്പ്രദായം കൊണ്ടുവന്ന ആരാണ്? ചെങ്കിസ് ഖാനാണ്. അപ്പോൾ ചെങ്കിസ് ഖാൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഇപ്പോൾ ചോദിച്ചാൽ ഈ കൊറിയർ സമ്പ്രദായം എഴുതണം, കുരിൽത്താഴ് എഴുതണം, ഒക്കെ എഴുതാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേക നികുതി കൊണ്ടുവന്നിരുന്നത് എന്താണ്? ഈ ചെങ്കിസ് ഖാൻ എന്താണ് അവരുടെ മംഗോളിയരെല്ലാവരും അവരുടെ മൃഗസമ്പത്തിൻ്റെ 10% സൈന്യത്തിന് സംഭാവന നൽകണമായിരുന്നു നിയമം ഉണ്ടായിരുന്നു. മൃഗസമ്പത്തിൻ്റെ 10% സൈന്യത്തിന് സംഭാവനയായി നൽകണമെന്നുണ്ടായിരുന്നു. ഈ ചെങ്കിസ് ഖാൻ്റെ ഭരണകാലത്തെ മൃഗസമ്പത്തിൻ്റെ 10% സൈന്യത്തിന് എന്ത് കൊടുക്കണം? സംഭാവനയായി കൊടുക്കണം എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാവൽപ്പുര സ്ഥാപിച്ചിരുന്നു. ഓരോ നിശ്ചിത ദൂരം കൂടുമ്പോഴും ഒരു കാവൽപ്പുര, നാട് കാക്കാൻ അങ്ങനെ ഒരു കാവൽപ്പുര സ്ഥാപിച്ചിരുന്നു. പിന്നെ കുരിൽത്താഴിനെ കുറിച്ച് എഴുതാം, അതുപോലെ കൊറിയർ സമ്പ്രദായത്തെക്കുറിച്ച് എഴുതാം, പിന്നെ നികുതിയെക്കുറിച്ച് എഴുതാം. നികുതി ഏർപ്പെടുത്തിയിരുന്നു. നികുതി എന്താണ്? സൈന്യത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ്? നികുതി ഏർപ്പെടുത്തിയിരുന്നു. നികുതി എന്നാ പറഞ്ഞാൽ അങ്ങനെയാണ്, മംഗോളിയർ അവരുടെ മൃഗസമ്പത്തിൻ്റെ 10% സൈന്യത്തിന് സംഭാവന നൽകണമെന്നായിരുന്നു എന്നാണ് അവിടുത്തെ നികുതിയുമായി ബന്ധപ്പെട്ടത്. മംഗോളിയർ അവരുടെ മൃഗസമ്പത്തിൻ്റെ 10% നികുതിയെ നൽകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അത് പഠിക്കണം. ചെങ്കിസ് ഖാനെ കുറിച്ച് പഠിക്കണം. ഒരു 4-5 വരി പഠിച്ചേക്കണം ചെങ്കിസ് ഖാനെ കുറിച്ചിട്ട്. പേജ് നമ്പർ 58 ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ പറയാം. എന്താ, ഒരു സുസ്ഥിരമായ ഒരു ഭരണക്രമം സ്ഥാപിക്കാൻ കഴിഞ്ഞ ഭരണാധികാരിയാണ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ എന്നാൽ മംഗോളിയർ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരിയാണ് ആര്? ചെങ്കിസ് ഖാൻ. കുരിൽത്തായ് എന്ന രീതിയിൽ എന്ത് വിളിച്ചു ചേർത്തു? അസംബ്ലി. കുരിൽത്തായ് എന്ന രീതിയിൽ അസംബ്ലി. അസംബ്ലിയിൽ ആരൊക്കെ ഉണ്ടാവുക? ഭരണനിർവഹണത്തിനായിട്ട് മുഖ്യന്മാർ ചേർന്നൊരു അസംബ്ലി രൂപീകരിച്ചിരുന്നു. ആ അസംബ്ലി വിളിക്കുന്ന പേരാണ് കുരിൽത്തായ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൊറിയർ സമ്പ്രദായം കൊണ്ടുവന്നത് ചെങ്കിസ് ഖാനാണ്. ഈ ചെങ്കിസ് ഖാൻ്റെ ഭരണപരിഷ്കരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കൊറിയർ സമ്പ്രദായം. പിന്നെ പറഞ്ഞല്ലോ നികുതി എന്താണ്? ഓരോ മംഗോളിയനും തൻ്റെ മൃഗസമ്പത്തിൻ്റെ 10% ആർക്ക് കൊടുക്കണം? നമ്മുടെ സൈന്യത്തിൻ്റെ ചെലവിലേക്ക് കൊടുക്കണം. അപ്പോൾ അതോടെ ആ ചെങ്കിസ് ഖാനെ കുറിച്ച് പഠിച്ചു വെക്കണം. ആ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളത് നമ്മൾ 5ാമത്തെ പാഠം ഫ്യൂഡലിസം എന്നാൽ എന്ത്? നമ്മൾ വീഡിയോ ചെയ്താണ് ഫ്യൂഡലിസത്തെ കുറിച്ചിട്ടൊക്കെ. നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഫ്യൂഡലിസമൊക്കെ ചെയ്താണ്. ഒന്നിട്ടൊന്ന് ഓടിച്ച് പറയാം ഫ്യൂഡലിസം എന്താണെന്ന്. ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. ഒരു തുണ്ട് ഭൂമി എന്ന ഈ വാക്കിൻ്റെ അർത്ഥം. ഒരു തുണ്ട് ഭൂമി എന്നാണ് ഇതിന് വാക്കിനർത്ഥം. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലാകമാനം നിലനിന്നിരുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതി വിളിക്കുന്ന പേരാണെന്ത്? ഫ്യൂഡലിസം. എന്നിട്ട് പറയാം, മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലാകമാനം ഉണ്ടായിരുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതിയാണ് എന്ത്? ഫ്യൂഡലിസം. ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. ഫ്യൂഡലിസം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു തുണ്ട് ഭൂമി എന്നാണ്. പിന്നെ ഫ്യൂഡലിസത്തിൽ സമൂഹത്തിൽ 3 തട്ടുകളുണ്ടായിരുന്നു. 1-ാം തട്ടിൽ പുരോഹിതന്മാർ, 2-ാം തട്ടിൽ പ്രഭുക്കന്മാർ, 3-ാം തട്ടിൽ കർഷകർ. ഒരു ത്രികോണം വരച്ചിങ്ങനെ എഴുതണം. പേജ് നമ്പർ 65 അത്. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് അത് കൂടുതൽ പറയുന്നില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്യൂഡലിസം എന്നാൽ എന്തെന്ന് ചോദിക്കാം. ഒരു ചാപ്റ്റർ ഹെഡിങ് തന്നെ ഫ്യൂഡലിസം ആയതുകൊണ്ട് തന്നെ ഒരു 2 മാർക്കെങ്കിലും ചോദിക്കാം. ഫ്യൂഡലിസം എന്നാൽ എന്തെന്നോ, അല്ലെങ്കിൽ 4 മാർക്കിൽ ഡീറ്റെയിൽ എഴുതാൻ ചോദിക്കാം ഫ്യൂഡലിസം എന്നാൽ എന്തെന്ന്. അപ്പോൾ അങ്ങനെ ത്രികോണം വരച്ച് എഴുതണം. ഫ്യൂഡലിസത്തിൽ 3 തട്ടുകളുണ്ടായിരുന്നു, 3 ക്രമം ഉണ്ടായിരുന്നു സമൂഹത്തിൽ. 1-ാം തട്ടിൽ ഏറ്റവും മുകളിൽ പുരോഹിതന്മാർ, 2-ാം തട്ടിൽ രണ്ടാമത്തേത് പ്രഭുക്കന്മാർ, 3-ാം തട്ടിൽ കർഷകർ. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. അതാണ് അതിവിടെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ചോദിക്കുന്നത് ഈ ഭദ്രാസന പള്ളി, കത്തീഡ്രൽ പള്ളീനെ കുറിച്ച് ചോദിക്കാം. 73-ാമത്തെ പേജിലുണ്ട്. ഇംഗ്ലീഷ് പേര് കത്തീഡ്രൽ ടൗൺ എന്നൊക്കെ പറയും. ഭദ്രാസന പള്ളിയുടെ പ്രത്യേകതകൾ ചോദിക്കാം. ഭദ്രാസന പള്ളിയുടെ പ്രത്യേകത ചോദിക്കാം. അല്ലെങ്കിൽ കത്തീഡ്രൽ പള്ളികളുടെ പ്രത്യേകത, ഇംഗ്ലീഷ് കത്തീഡ്രൽ കേട്ടോ. കത്തീഡ്രൽ പള്ളിയുടെ പ്രത്യേകത ചോദിക്കാം. പേജ് നമ്പർ 73 ഉടമകൾ സന്യാസി മഠങ്ങളായിരുന്നു. നിർമ്മാണത്തിൽ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. പിന്നെ ഓരോ ഭദ്രാസന പള്ളി പിന്നീട് എന്തായി മാറി? തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറി. ഓരോ ഭദ്രാസന പള്ളി പിന്നീട് എന്തായി മാറി? തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറി. പള്ളികൾക്ക് ചുറ്റും എന്തുണ്ടാവും? ചെറു പട്ടണങ്ങൾ ഉയർന്നു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഒരു 4 വരി പഠിച്ചു വെക്കുക ഇതിനെക്കുറിച്ചിട്ട്. ഭദ്രാസന പള്ളിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. 4 മാർക്കിന് ചോദിക്കാം. 73-ാം പേജിൽ അവസാനത്തിൽ തുടങ്ങുന്നത് ഉടമകൾ സന്യാസി മഠങ്ങളായിരുന്നു. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഭദ്രാസന പള്ളികളുടെ ഉടമകൾ സന്യാസി മഠങ്ങളായിരുന്നു. നിർമ്മാണത്തിൽ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഭദ്രാസന പള്ളികളുടെ നിർമ്മാണത്തിൽ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു.
ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഭദ്രാസന പള്ളി നിർമ്മിച്ചത് എന്തുകൊണ്ടാണ്? ശിലകൾ, കല്ലുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചത്. പിന്നെ ഓരോ ഭദ്രാസന പള്ളി എന്തേ മാറും? പിന്നീട് തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് മാറുന്നുണ്ട്. പള്ളികൾക്ക് ചുറ്റും എന്തുണ്ടായിട്ടുണ്ട്? ചെറു പട്ടണങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് പഠിക്കണം. പിന്നെ ഇവിടെ പേജ് നമ്പർ 75 അവിടെ ഒരു 4 ആളുകൾ പേര് പഠിക്കുന്നുണ്ട്. നേതാക്കന്മാരുടെ പേരും പഠിക്കുന്നുണ്ട്. പുതിയ രാഷ്ട്രങ്ങളെ പേര് പഠിക്കുന്നുണ്ട്. ഈ 15-16 നൂറ്റാണ്ടിൽ ഉണ്ടായ കരുത്താർജിച്ച രാഷ്ട്രങ്ങളുടെ പേരും അതിൻ്റെ നേതാക്കന്മാരുടെ പേരും നോക്കാം. ഫ്രാൻസ് ലൂയി 14, ആസ്ട്രിയ മാക്സിമില്യൻ, ഇംഗ്ലണ്ട് ഹെൻറി 7, സ്പെയിന് ഇസബെല്ല ഫെർഡിനൻഡ്. ഈ പട്ടികയിൽ നിന്ന് ഒരാളുടെ പേര് ചോദിക്കാം. ഫ്രാൻസിൻ്റെ രൂപം കൊടുത്ത ആരാണ്? ലൂയി 14. ആസ്ട്രിയക്ക് രൂപം കൊടുത്തത് മാക്സിമില്യൻ, ആസ്ട്രിയ മാക്സിമില്യൻ. പിന്നെ ഇംഗ്ലണ്ട് ഹെൻറി 7, സ്പെയിന് ഇസബെല്ല ഫെർഡിനൻഡ്. അങ്ങനെ ആ ബോക്സ് പഠിക്കണം അവിടെ. അപ്പോൾ നമ്മൾ ഫ്യൂഡലിസം പഠിച്ചു, അതുപോലെ ഭദ്രാസന പള്ളി പഠിച്ചു. പിന്നെ നമ്മൾ പഠിക്കുന്ന ആ പാഠത്തിൽ വേറെ പഠിച്ചത് ഇപ്പോൾ ആ പട്ടിക, പേജ് നമ്പർ 75 പട്ടിക. ഇനി 6ാമത്തെ പാഠം നവോത്ഥാനം. നവോത്ഥാനത്തിലാണ് കൂടുതൽ എന്ത് വരുന്നത്? വൺ വേർഡ് ചോദിക്കുന്നത്. വൺ വേർഡ് നവോത്ഥാനം. നവോത്ഥാനത്തിൽ നമ്മളൊരു 10-12 വൺ വേർഡ് പഠിക്കുന്നുണ്ട്. അതിൽ എപ്പോഴും സ്ഥിരമായിട്ട് 4 വൺ വേർഡൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ സ്ഥിരമായി ചോദിക്കുന്ന വൺ വേർഡാണ് നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രം മൊണാലിസ അന്ത്യത്താഴം. അതില്ല ചോദിക്കാത്ത ഹിസ്റ്ററി പരീക്ഷ പേപ്പർ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രത്തിൻ്റെ പേരാണ് മൊണാലിസയും അന്ത്യത്താഴവും. മൈക്കലാഞ്ചലോയുടെ ചിത്രം അന്ത്യവിധി. മൈക്കലാഞ്ചലോ അന്ത്യവിധി, മാറിപ്പോകരുത്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രത്തിൻ്റെ പേര് 2 ചിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ, മൊണാലിസയും അന്ത്യത്താഴവും ഉണ്ട്. അന്ത്യത്താഴം ഡാവിഞ്ചിക്ക് എന്താണ്? അന്ത്യത്താഴവും ഉണ്ട്, മൊണാലിസയും ഉണ്ട്. എന്നാൽ മൈക്കലാഞ്ചലോ അന്ത്യവിധി. മൈക്കലാഞ്ചലോ പേരിൽ ലഞ്ച് ഉള്ളതുകൊണ്ട് പിന്നെ എന്ത് വേണ്ട? പിന്നെ പത്തായം കൊടുക്കണ്ട, പിന്നെ അന്ത്യവിധി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓർത്തുവെച്ചാൽ മതി. മൈക്കലാഞ്ചലോ ലഞ്ച് ഉള്ളതുകൊണ്ട് പിന്നെ എന്ത് വേണ്ട? അത്താഴം വേണ്ട, എന്ത് കൊടുത്താൽ മതി? അന്ത്യവിധി. അപ്പോൾ മൈക്കലാഞ്ചലോയുടെ ചിത്രം അന്ത്യവിധി മാത്രമേ ഉള്ളൂ. പക്ഷേ ലിയനാർഡോ ഡാവിഞ്ചി ചിത്രത്തിൻ്റെ പേര് മൊണാലിസയും അന്ത്യത്താഴവും ഉണ്ട്. അങ്ങനെ ഓർത്തുവെച്ച് പഠിക്കാം. അങ്ങനെ അവിടെ ആൾ ചോദിക്കാറുണ്ട്. പിന്നെ നവോത്ഥാനം എന്നാൽ എന്ത് ചോദിക്കാം? എന്താ നവോത്ഥാനം? മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. നവോത്ഥാന വാക്കിൻ്റെ അർത്ഥം ഉണർവ് എന്നാണ് കേട്ടോ. മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. നവോത്ഥാന വാക്കിൻ്റെ അർത്ഥം പുനർജന്മം എന്നാണ്. നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം പുനർജന്മം എന്നാണ്. നവോത്ഥാനം ആരംഭിച്ചത് ഇറ്റലിയിലാണ്. അങ്ങനെ 3 പോയിൻ്റാണ് പഠിക്കേണ്ടത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട്. ആദ്യം മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം പുനർജന്മം എന്നാണ്. നവോത്ഥാനം ആരംഭിച്ചത് ഇറ്റലിയിലാണ്. അങ്ങനെ പോയിൻ്റ് പഠിക്കുക നവോത്ഥാനത്തെ കുറിച്ചിട്ട്. പിന്നെ ഉള്ള പോയിൻ്റ് പറയുന്നതാണ് ഈ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രത്തിൻ്റെ പേര് മൊണാലിസയും അന്ത്യവിധിയും. അന്ത്യത്താഴവും. മൈക്കലാഞ്ചലോയുടെ എന്താണ്? അന്ത്യവിധി. മൈക്കലാഞ്ചലോ അന്ത്യവിധി. അത് മാറാതിരിക്കാൻ ഐഡിയ പറഞ്ഞ് മനസ്സിലായല്ലോ. മൈക്കലാഞ്ചലോ ലഞ്ച് ഉണ്ട് ആ വീട്ടിൽ. അപ്പോൾ എന്ത് വേണ്ട? പിന്നെ അത്താഴം കൊടുക്കണ്ട, എന്ത് മതി? പിന്നെ വിധി മതി. പക്ഷേ ലിയനാർഡോ ഡാവിഞ്ചിക്ക് എന്തുണ്ട്? മൊണാലിസയുണ്ട്, അത്താഴവും ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഇറ്റാലിയൻ ചിത്രകാരന്മാരുടെ പേരാണ്. ലോക പ്രശസ്തരായ ഇറ്റാലിയൻ ചിത്രകാരന്മാരാണ് ആരൊക്കെ? ലിയനാർഡോ ഡാവിഞ്ചിയും മൈക്കലാഞ്ചലോയും. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്തരായ ഇറ്റാലിയൻ ചിത്രകാരന്മാരുടെ പേരാണ് ലിയനാർഡോ ഡാവിഞ്ചിയും മൈക്കലാഞ്ചലോയും. അവരുടെ ചിത്രങ്ങളുടെ പേരാണ് ഡാവിഞ്ചിയുടെ ചിത്രത്തിൻ്റെ പേര് മൊണാലിസയും അന്ത്യത്താഴവും. മൈക്കലാഞ്ചലോ ചിത്രത്തിൻ്റെ പേര് അന്ത്യവിധിയാണ്. ഓക്കെ. പിന്നെ കുറച്ച് പേരുകൾ പഠിക്കുന്നതിൽ ദാന്തെ. നവോത്ഥാനത്തിൽ തുടക്കമുള്ള പേര് ദാന്തെയുടെ ബുക്കിൻ്റെ പേര് ഡിവൈൻ കോമഡി. ഇറ്റലിയിലെ നവോത്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ച ആളുടെ പേരാണ് ദാന്തെ. ഇറ്റലി നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് ദാന്തെ. ഈ ദാന്തെയുടെ പുസ്തകത്തിൻ്റെ പേരാണ് ഡിവൈൻ കോമഡി. മാക്വെലിൻ്റെ ബുക്കിൻ്റെ പേര് പ്രിൻസ്. അതുപോലെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ബൈബിള് ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുള്ള പേരാണ് ആര്? മാർട്ടിൻ ലൂതർ. ബൈബിള്
ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ആളുടെ പേരാണ് മാർട്ടിൻ ലൂതർ. ഇങ്ങനെ ഈ ചാപ്റ്ററിൽ നമ്മൾ പിന്നെ അച്ചടി വിദ്യയുടെ ആളെ പേര് അച്ചടി വിദ്യ ഗുട്ടൻബർഗ്. അച്ചടി വിദ്യയുടെ പേര് അച്ചടി വിദ്യ ഗുട്ടൻബർഗ്. പിന്നെ അതിൽ പഠിക്കുന്നതാണ് നമ്മുടെ കോപ്പർനിക്കസ് വിപ്ലവം ഒക്കെ പഠിക്കുന്നുണ്ട്. കോപ്പർനിക്കസ് വിപ്ലവം ഇത് ചാപ്റ്റർ തന്നെ വീണ്ടും ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഡീറ്റെയിൽ പറയുന്നില്ല. കുറച്ച് പേരുകളിൽ പഠിക്കേണ്ടതുണ്ട്. വില്യം ഹാർവി, രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചുള്ള പേരാണ് വില്യം ഹാർവി. ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, രക്തചംക്രമണ വ്യവസ്ഥ, അത് കണ്ടുപിടിച്ചുള്ള പേരാണ് വില്യം ഹാർവി. പിന്നെ അച്ചടി എന്ന് കണ്ടുപിടിച്ചുള്ള പേര് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ്. ഈ പാഠത്തിൽ നവോദയ എന്നുള്ള പാഠത്തിൽ ഞാൻ പറഞ്ഞു 12ഓളം വൺ വേർഡ് പഠിക്കുന്നുണ്ട്. അതിൽ 4 പരീക്ഷ വരാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് പറഞ്ഞാൽ ലിയോണോ ഡാവിഞ്ചിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ മൈക്കൽ ആഞ്ചലോ. അതെന്താണ്, ചിത്രകാരന്മാരാണ്, ലോകപ്രശസ്തരായ ഇറ്റാലിയൻ ചിത്രകാരന്മാരുടെ പേരാണ് അവരൊക്കെ പഠിച്ചത്. പിന്നെ പറഞ്ഞത് ഗുട്ടൻബർഗ് കുറിച്ച് പഠിച്ചു. ഗുട്ടൻബർഗ് എന്താണ്, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചുള്ള പേരാണ് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ്. പിന്നെ വില്യം ഹാർവിനെ പറ്റി എന്താണ്, രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചുള്ള പേര് വില്യം ഹാർവി. പിന്നെ വന്നത് നമ്മൾ ദാന്തെ ഡിവൈൻ കോമഡി, മാക്വെല്ലിൻ്റെ ബുക്കിൻ്റെ പേര് പ്രിൻസ്. മാക്വെല്ലിയുടെ ബുക്കിൻ്റെ പേര് എന്താണ്, പ്രിൻസ്. അതുപോലെ സെർവാൻറ്റീസിൻ്റെ ബുക്കിൻ്റെ പേര് ഡോൺ കിക്സോട്ട്. മാർട്ടിൻ ലൂതർ പറ്റി എന്താണ്, ബൈബിൾ ജർമ്മൻ ഭാഷയിൽ വിവർത്തനം ചെയ്ത ആളുടെ പേരാണ് മാർട്ടിൻ ലൂതർ. ബൈബിള് ജർമ്മൻ ഭാഷയിൽ വിവർത്തനം ചെയ്ത ആളുടെ പേരാണ് മാർട്ടിൻ ലൂതർ. പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് കോപ്പർനിക്കസ് വിപ്ലവം എന്നൊക്കെ ചോദിക്കാം. അത് സിമ്പിളാണ് ഉത്തരം. അത് കോപ്പർനിക്കസ് നവോത്ഥാന ശാസ്ത്രത്തിൽ നൽകിയ സംഭാവനകളെ വിളിക്കുന്ന പേരാണിത് കോപ്പർനിക്കസ് വിപ്ലവം. എന്തുവാണ് ചോദിച്ച് നിൽക്കണ്ട. കോപ്പർനിക്കസ് വിപ്ലവം ചോദ്യം ചോദിച്ചാൽ കോപ്പർനിക്കസ് നവോത്ഥാന ശാസ്ത്രത്തിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കോപ്പർനിക്കസിൻ്റെ സംഭാവനകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് കോപ്പർനിക്കസ് വിപ്ലവം. എന്നിട്ട് പറയാം കോപ്പർനിക്കസ് വിപ്ലവം എന്നാൽ എന്തെന്നാണ് ചോദ്യം. കോപ്പർനിക്കസ് നവോത്ഥാന ശാസ്ത്രത്തിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കോപ്പർനിക്കസിൻ്റെ സംഭാവനകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് എന്ത്, കോപ്പർനിക്കസ് വിപ്ലവം. അത് പഠിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഗലീലിയോൻ്റെ ഒരു ബുക്കിൻ്റെ പേര് പഠിക്കുക. നമ്മളെപ്പോഴും ഗലീലിയോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലേക്ക് വരുന്നത് ദൂരദർശിനിയെ കുറിച്ചിട്ടാണ്. ദൂരദർശിനി ടെലസ്കോപ്പ് കണ്ടുപിടിച്ചുള്ളതാണല്ലോ ഗലീലിയോ ടെലസ്കോപ്പ്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഗലീലിയോ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പേരാണ് ചലനമാണ്. കഴിഞ്ഞ മുന്നത്തെ വർഷമൊക്കെ ചോദിച്ചാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗലീലിയോയുടെ രചിച്ച പുസ്തകത്തിൻ്റെ പേരെന്താണ്, ചലനം. ഗലീലിയോയുടെ ബുക്കിൻ്റെ പേരെന്താണ്, ചലനം. ഗലീലിയോൻ്റെ ബുക്കിൻ്റെ പേരെന്താണ്, ചലനം. പിന്നെ നമുക്ക് ഗുരുത്വാകർഷണ ബലമൊക്കെ അറിയാമല്ലോ, ഐസക് ന്യൂട്ടൻ എന്താണ്, ഗുരുത്വാകർഷണ ബലം സിദ്ധാന്തം കണ്ടുപിടിച്ചുള്ള പേര് ഐസക് ന്യൂട്ടൻ. ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചുള്ള പേര് ഐസക് ന്യൂട്ടൻ. ഗലീലിയോൻ്റെ ബുക്കിൻ്റെ പേര് ചലനം. ഇതൊക്കെ നാളെ പരീക്ഷയിൽ എങ്ങനെ ഉണ്ടാവാം, മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ചേരുമ്പടിയിലൊക്കെ ചോദിക്കാം, പൂരിപ്പിക്കലിലൊക്കെ ചോദിക്കാം. അപ്പോൾ ഓർമ്മ വേണം എന്ത്, ഗലീലിയോയുടെ പുസ്തകമാണെന്ത്, ചലനം, ദ മോഷൻ. അതുപോലെ കോപ്പർനിക്കസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഗുരുത്വാകർഷണ സിദ്ധാന്തം അതാണ് ഐസക് ന്യൂട്ടൻ. എന്താ ഗുരുത്വാകർഷണമൊക്കെ അറിയില്ലേ, ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും എന്ത് ആഗിരണം ചെയ്യുന്നു. ആപ്പിൾ വീണ കഥയൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതാണ് എന്ത്, ഐസക് ന്യൂട്ടൻ എന്താണ് ഗുരുത്വാകർഷണ സിദ്ധാന്തം. പിന്നെ പറഞ്ഞു ജർമ്മൻകാരനായ ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രം പറഞ്ഞു. പിന്നെ വില്യം ഹാർവി എന്താണ്, രക്തചംക്രമണ വ്യവസ്ഥ, നമ്മുടെ BP ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം, അത് കണ്ടുപിടിച്ചുള്ള പേര് വില്യം ഹാർവി. ദാന്തിൻ്റെ ബുക്കിൻ്റെ പേര് ഡിവൈൻ കോമഡി. അപ്പോൾ ഇത് എന്താണ്, ഇവിടെ ആ പാഠം തീരാണ്. പേജ് നമ്പർ നമ്മുടെ 6 പാഠം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരൊറ്റ വീഡിയോയിൽ ഇത് മുഴുവനാക്കാൻ പറ്റില്ല, അപ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാം ഞാൻ. അതോടൊപ്പം തന്നെ ഭൂപടത്തിൻ്റെ മാപ്പ് ചെയ്യുന്നുണ്ട്, ഭൂപടത്തിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഭൂപടം ഉപയോഗിച്ചുള്ള നമ്മുടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഭൂപടം പരീക്ഷയ്ക്ക് 5 മാർക്കിന് ഭൂപടം വരെ ചോദിക്കുമല്ലോ. 5 സ്ഥലങ്ങൾ ഭൂപടം അവർ തരും. മാപ്പ് സ്കൂളിൽ പരീക്ഷ ഹാളിൽ തരും. നമ്മൾ എന്ത് ചെയ്യണം, ആ മാപ്പിൽ നമ്മൾ അവർ പറയുന്ന 5 സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നമുക്കത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ മാപ്പിനായിട്ടൊരു വീഡിയോ ചെയ്യാം, അതുപോലെ എസ്സേക്കായിട്ടൊരു വീഡിയോ ചെയ്യാം. മാപ്പിനായിട്ടൊരു വീഡിയോ ചെയ്യാം, എസ്സേക്കായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഉടൻ തന്നെ ഇതിൻ്റെ 7ാം പാഠം മുതൽ 7th ചാപ്റ്റർ മുതൽ അങ്ങോട്ടുള്ള 10ാം ചാപ്റ്റർ വരെയുള്ള കുറച്ച് പാഠം ബാക്കിയുണ്ട്. അത് ഉൾപ്പെടുത്തി, അതിൽ പ്രധാനപ്പെട്ട ചോദ്യം ഉൾപ്പെടുത്തി ഒരു പുതിയ വീഡിയോ അപ്പം തന്നെ ചെയ്യാം. അതുപോലെ എസ്സേയുടെ വീഡിയോ ഉണ്ട്, അതുപോലെ ഭൂപടത്തിൻ്റെ വീഡിയോ ഉണ്ട്. എല്ലാം നിങ്ങളിലേക്ക് എത്തും. അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി കേട്ട് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. ഏറ്റവും കൂടുതൽ മാർക്ക് ഹിസ്റ്ററിയിൽ വാങ്ങുന്ന രീതിയിൽ ആയിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ.
അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഉടനെ തന്നെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.